ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം 13-ാം തീയതി വരുമ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ NDA ഒരു ചരിത്ര വിജയം നേടും. പിണറായി വിജയൻ്റെ ഈ കണ്ണൂരിൽ നാം വലിയ മുന്നേറ്റം നടത്തും. അതിന് കൃത്യമായ പ്രവർത്തന പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കോർപ്പറേഷനിൽ മുന്നോട്ട് പോകുന്നത്. മറ്റ് മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യം, അതും കണ്ണൂരിലെ കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മുഴുവൻ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് നമ്മുടേത്. മാത്രമല്ല, നമ്മുടെ പ്രവർത്തകർ ഇതിനോടകം തന്നെ 2 തവണ വീട് കയറി കഴിഞ്ഞു. ആ ഗൃഹസമ്പർക്കത്തിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ സാഹചര്യം നമുക്ക് വളരെ അനുകൂലമാണ്. UDF-ലുള്ളവരും എന്തിനേറെ പറയുന്നു, CPM-ന്റെ സ്ക്വാഡ് പ്രവർത്തനത്തിന് പോകുന്നവരുടെ വോട്ട് പോലും ഇക്കുറി ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെയുള്ളത്. കാരണം കേരളത്തിലെ LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ജനങ്ങൾക്ക് പുച്ഛാണ്. മാർക്സിസ്റ്റ് പാർട്ടി സ്വർണം കലക്കൽ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് പാർട്ടി യുവ നേതാവിന്റെ ഗർഭം കലക്കൽ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ജുഗുപ്സാഹമാണ്, അറപ്പും വെറുപ്പും ഉളവാക്കുന്നതാണ് ഈ 2 മുന്നണികളുടെയും രാഷ്ട്രീയമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു സംശുദ്ധമായ രാഷ്ട്രീയം, നരേന്ദ്രമോദിയുടെ ടീമിന്റെ നേർവക്താവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഒരു സംശുദ്ധമായ രാഷ്ട്രീയം ഈ നാട് ആഗ്രഹിക്കുന്നു. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രസംഗിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗൃഹസമ്പർക്കത്തിന് പോയപ്പോൾ ഒരു അമ്മ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? മോനെ, താമരക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ അയ്യപ്പന് അവർ കട്ടുകൊണ്ടുപോയിക്കളെ. ഇതാണ് ഗ്രൗണ്ടിലെ റിയാലിറ്റി. എന്താണ് നമ്മുടെ ചെറുപ്പക്കാരുടെ ചുണ്ടിലെ പാട്ട്? സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സ്വർണം ചെമ്പാക്കിയത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഇതാണ് വൈറലായിട്ടുള്ള യുവജനങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന മന്ത്രം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, 11-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെന്ന് കേരളത്തിലെ വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികൾ ഇലക്ട്രോണിക് യന്ത്രത്തിന്റെ മുമ്പിൽ നിന്ന് സാക്ഷാൽ അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ച് പിണറായി വിജയന്റെ നിറന്തരക്ക് കുത്തിക്കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളം കാണാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP-യുടെ വോട്ട് ഷെയർ മാത്രമല്ല, പ്രധാനപ്പെട്ട നഗരങ്ങൾ നമ്മൾ ജയിക്കും, ഭരിക്കും, പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും. അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മഹാമുന്നേറ്റത്തിന്റെ കാഹളമായിരിക്കും എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഇതുവരെ ആരംഭത്തിൽ നടത്തിയ ആവേശകരമായ പ്രവർത്തനം കൃത്യമായി നമ്മൾ നടത്തുകയാണ്. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് വലിയ മുന്നേറ്റം ഈ കോർപ്പറേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഈ കോർപ്പറേഷനെ LDF-ഉം UDF-ഉം ഭരിച്ച് ഈ നഗരത്തെ ഒരു നരകമാക്കിയിരിക്കുന്നു. ഈ നരകത്തിൽ നിന്ന് കണ്ണൂർ രക്ഷിക്കാനുള്ള മഹാപോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ബോലോ ഭാരത് മാതാ കി. നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണദാസേട്ടൻ നമ്മോട് സംസാരിക്കും. അതിനായി ദാസേട്ടനെ ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ BJP-യുടെ
നോർത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീ കെ വിനോദൻ മാസ്റ്റർ, സമാദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, സംസ്ഥാന അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി, സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ രഞ്ജിത്ത്, ശ്രീകാന്ത്, ശ്രീ രഘുനാഥ് ജി, അതേപോലെ BDJSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദീപാത്യാട്ട്, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ശ്രീ മനീഷ് ജി, ശ്രീ PK വേലായുധൻ, ശ്രീ AP രാമചന്ദ്രൻ, AP ഗംഗാധരൻ, മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ആദ്യമേ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അംഗത്തിനിറങ്ങിയിട്ടുള്ള 56 ഉശിരന്മാരായ NDA സാരഥികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് ഞാൻ ആദ്യമേ വിജയാശംസകൾ നേരുകയാണ്. ഈ 56 സാരഥികൾക്ക് പിന്നിലായിട്ട് കിങ് മേക്കേഴ്സ് അണിനിരക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോരാട്ടത്തിന് എല്ലാ വീര്യവും നിങ്ങൾ നൽകുമാറാകട്ടെ എന്ന് നിങ്ങൾക്കും ഞാൻ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്, ആശംസ അർപ്പിക്കുകയും. നേരത്തെ AP അബ്ദുള്ളക്കുട്ടി സൂചിപ്പിച്ചു, ഈ കോർപ്പറേഷനിൽ വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് അത് സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പ് എല്ലാം കൊണ്ടും ഏറെ രാഷ്ട്രീയ പ്രാധാന്യവും പ്രസക്തിയുള്ളതാണ്. ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ തലവര മാറ്റിയെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. കാലാവധി കഴിഞ്ഞ മുന്നണികളാണ്. കാലിക പ്രസക്തിയുള്ളത് BJP നേതൃത്വം നൽകുന്ന NDA ആണെന്ന് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് തെളിയിക്കും. കാലാവധി കഴിഞ്ഞ LDFനും UDFനും പകരം കാലിക പ്രസക്തിയുള്ള BJPയും NDAയും നെഞ്ചോട് ചേർക്കാൻ മലയാളികൾ തയ്യാറാകുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളതായിരിക്കും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രസക്തിയും രാഷ്ട്രീയ പ്രാധാന്യവും. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുറുകെ പിടിക്കുന്നത് എന്താണ് എന്ന് നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചു. വിശ്വാസവും വികസനവും, ഇത് രണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. വിശ്വാസവും ചർച്ച ചെയ്യപ്പെടും, വികസനവും ചർച്ച ചെയ്യപ്പെടും. വിശ്വാസവും വികസനവും ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് മലയാളികൾ സ്വീകരിക്കുക BJP നേതൃത്വം നൽകുന്ന NDA ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു CPMന്റെ സമന്നതനായ നേതാവ് കഴിഞ്ഞ ദിവസം സ്വകാര്യമായി പറഞ്ഞത്, പേര് ഞാൻ പറയുന്നില്ല, ഈ വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലത്ത് ഈ ഇലക്ഷൻ നടന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുകയുണ്ടായി. അപ്പം ഏതായാലും ഈ മണ്ഡലകാലത്ത് ഇലക്ഷൻ നടക്കുന്നു, ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഭയപ്പെടുകയാണ്. മണ്ഡലകാലത്തെ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഭയപ്പെടുന്നത് ശബരിമലയെയും അയ്യപ്പനെയുമാണ് ഭയപ്പെടുന്നത്. നാം വോട്ട് ചോദിക്കാൻ പോകുന്ന ഹിന്ദു ഭവനങ്ങളിൽ മാത്രമല്ല, മുസ്ലിം ഭവനങ്ങളിലും ക്രിസ്ത്യൻ ഭവനങ്ങളിലും അവരും ഈ ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് ശബരിമലയ, നാളെ എവിടെയാ നടക്കുക എന്ന് ആർക്കാ പറയാൻ സാധിക്കുക? അതുകൊണ്ട് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണമോഷണം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരിക്കും. അതുകൊണ്ട് ശ്രീ AP അബ്ദുള്ളക്കുട്ടി സൂചിപ്പിച്ചത്, അമ്മമാരുടെ മനസ്സിൽ തീവ്രമായ വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്. അവർ ചിന്തിക്കുന്നു, ഇനി താമരയ്ക്കും NDAക്കും വോട്ട് ചെയ്തില്ലെങ്കിൽ ഭഗവാൻ അയ്യപ്പൻ ശബരിമലയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നവർ ചിന്തിച്ചാൽ തെറ്റു പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസം അത് ചർച്ച ചെയ്യപ്പെടും തെരഞ്ഞെടുപ്പിൽ. അതോടൊപ്പം തന്നെ വികസനവും ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. ശ്രീ രാജീവ് ജി, നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം രാഷ്ട്രീയത്തിന് ഒരു പുതിയ വ്യാകരണവും വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. LDFന്റെയും UDFന്റെയും അവർ രാഷ്ട്രീയത്തിൽ നൽകിയ വ്യാകരണവും വ്യാഖ്യാനവും നമ്മൾ ഇതുവരെ അനുഭവിച്ചതാണ്. അത് പലതുമുണ്ട്.
അഴിമതി ആണ് അവരുടെ വ്യാകരണവും വ്യാഖ്യാനവും, ജനവിരുദ്ധത, ജനാധിപത്യ വിരുദ്ധത, ഒക്കെ പലതും. നേരത്തെ ഒറ്റ വാക്ക് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ ഉപയോഗിച്ച പദം തല്ലിപ്പൊടി രാഷ്ട്രീയം എന്നാണ്. അതാണ് അവർ നൽകിയ രാഷ്ട്രീയത്തിന് നൽകിയ വ്യാകരണവും വ്യാഖ്യാനവും. പക്ഷേ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാഷ്ട്രീയത്തിന് നൽകിയ പുതിയ വ്യാകരണവും വ്യാഖ്യാനവും അത് വികസനത്തിൻ്റെതാണ്. അങ്ങനെയാണ് വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം എന്ന ലക്ഷ്യം നാം സമൂഹത്തിന് മുന്നിൽ, മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. വികസനം മലയാളികൾക്ക് വിലക്കപ്പെട്ട കനിയായിരുന്നു ഇതേവരെ. പക്ഷേ ഇതാ വികസനം ഈ ജനങ്ങളുടെ വീട്ടുമുറ്റത്ത് വികസനം എത്താൻ വേണ്ടി പോകുന്നു. അതാണ് BJPയും NDAയും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് ഇന്ന് ഈ 6.5 പതിറ്റാണ്ട് കാലത്തെ LDF UDF ഭരണത്തിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് വികസനം അതിന്റെ തകർച്ചയുടെ കേരളം അതിന്റെ തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തിയിരിക്കുക. ഇനി അപ്പുറം തകരാനൊന്നുമില്ല. കായിക രംഗം മുതൽ കാർഷിക രംഗം വരെ തകർന്നു. സർവ്വ മേഖലയും തകർന്നു. ഏത് മേഖലയാ ഒരടി മുന്നോട്ട് പോയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു മേഖല 6.5 പതിറ്റാണ്ട് കാലത്തെ ഈ LDF UDF ദുർഭരണത്തിലൂടെ ഒരടി മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ 11 വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ സൽഭരണത്തിനിടയിൽ ഭാരതം ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി. ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഭാരതം 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. എന്താണോ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് അത് 100% പാലിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രത്യേകത. ജനങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന, ജനങ്ങൾക്ക് 100% വിശ്വസിക്കാൻ സാധിക്കുന്ന പ്രസ്ഥാനമാണ് BJPയും മുന്നണിയാണ് NDAയും. ആ വിശ്വാസം, ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഓരോ സംസ്ഥാനത്തും 4/3 ഭൂരിപക്ഷം, 3/2 ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ NDA വന്നിട്ടുള്ളത്. തീർച്ചയായും ഈ ദേശീയ തലത്തിൽ നടക്കുന്ന ഈ വികസനത്തിന്റെ, നന്മയുടെ, ധാർമ്മികതയുടെ ഈ പുതിയ രാഷ്ട്രീയത്തിൽ നിന്ന് ഇതുവരെ കേരളവും മലയാളികളും മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ ദേശീയ തലത്തിൽ നടക്കുന്ന മോദിജി നേതൃത്വം കൊടുക്കുന്ന വികസന രാഷ്ട്രീയത്തോടൊപ്പം മലയാളികളും ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്നു എന്നതായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രസക്തിയും രാഷ്ട്രീയ പ്രാധാന്യവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൂർണ്ണ ആത്മവിശ്വാസം, പൂർണ്ണ വിജയവിശ്വാസത്തോടുകൂടി നമുക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങാൻ സാധിക്കും. LDFും UDFും പ്രതിസന്ധി ആയതുകൊണ്ട് അവർ പ്രതിരോധത്തിലാണ്. അപ്പോൾ LDF ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ നേരത്തെ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞ UDFിന്റെ പ്രശ്നം, അതുപോലെ LDFിന്റെ പ്രശ്നം, പല പ്രശ്നങ്ങളുമാണ്. അതുകൊണ്ട് LDFും UDFും പ്രതിസന്ധിയിലാകുമ്പോൾ അവർ പ്രതിരോധത്തിലാകും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഏക പാർട്ടി BJPയും ഏക മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യവുമാണ്, NDAയുമാണ്. നാം പ്രതീക്ഷാപൂർവമാണ് ജനങ്ങളെ സമീപിക്കുന്നത്. നമ്മൾ LDFും UDFും ശൂന്യമായ അവനാഴിയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ ഇറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധ. അങ്ങനെയാണെങ്കിൽ അവർ ശൂന്യമായ അവനാഴി, ഒന്നും പറയാനില്ല. എന്താ LDFനും UDFനും പറയാൻ? ഒന്നും പറയാനില്ല. ജനങ്ങളുടെ മുന്നിൽ ഒന്നും പറയാനില്ല. ശൂന്യമായ അവനാഴിയ. എന്നാൽ NDA തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് ആധുനികമായ ആയുധങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവനാഴിയുമായിട്ടാണ്. നമ്മുടെ അവനാഴി നിറയെ ആധുനികമായ ആയുധങ്ങളുണ്ട്. അത് വാളും തോക്കുമെന്നല്ല, മറിച്ച് 11 വർഷക്കാലം നരേന്ദ്രമോദിജി രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ആരുടെ മുന്നിലും നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ഏത് വീട്ടിൽ പോയാലും ഈ മോദിജിയുടെ 11 വർഷക്കാലത്തെ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിരിക്കും. ഒന്നുകിൽ പ്രധാനമന്ത്രി കല്യാൺ അന്ന യോജനയുടെ ഗുണഭോക്താക്കളാണ്. 1,55,00,000 പേർക്കാണ് കേരളത്തിൽ നരേന്ദ്രമോദിജി ഒരു മാസം സൗജന്യമായിട്ട് ചുരുങ്ങിയത് 20 കിലോ അരി, കൂടുതലായ 40 കിലോ അരി. ഇനി 20 കിലോ അരി നോക്ക് നിങ്ങൾ സൗജന്യമായി കൊടുത്തു. 2.5 കൊല്ലമായി കൊടുക്കുന്നത്. അതിനർത്ഥം ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, 2 മക്കളാണെങ്കിൽ 20 കിലോ അരി ഒരു മാസം, 12 മാസത്തേക്ക് 240 കിലോ അരി.
2 കൊല്ലത്തേക്ക് 450 കിലോ അരി, 2.5 കൊല്ലത്തേക്ക് 600 കിലോ അരി, 6 കിൻഡൽ അരിയാണ് 2.5 കൊല്ലത്തിനിടയിൽ സൗജന്യമായി ഓരോ വീട്ടിലും നരേന്ദ്രമോദി സർക്കാർ എത്തിച്ചിട്ടുള്ളത്. നോക്കൂ, ഇനി നിങ്ങൾ ഓരോ പദ്ധതികൾ നോക്കിയാൽ മതി. എല്ലാ വീട്ടിലും മോദിജിയുടെ ഈ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ്. അത് തന്നെ ബോധ്യപ്പെടുത്തിയാൽ ദാരിദ്ര്യം മാറ്റാൻ ഭക്ഷണം വേണം, അത് നമ്മൾ കൊടുത്തു. ദാരിദ്ര്യം മാറ്റുക എന്നാൽ വീട് കൊടുക്കണം, 5 കോടി വീട് കൊടുത്തു. ദാരിദ്ര്യം മാറ്റാൻ വെളിച്ചം, അതുപോലെ തന്നെ വെള്ളവും കൊടുക്കണം. ഞാൻ ജലജീവൻ മിഷനോട് നമ്മൾ വെള്ളവും കൊടുത്തു, എല്ലാം കൊടുത്തു വീട്ടില്. ദാരിദ്ര്യത്തിൽ നിന്ന് ജനങ്ങളെ കൈപിടിച്ചുയർത്തിയത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇത് തന്നെ നമുക്ക് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കും. അതിൽ LDF-നും UDF-നും ഈ ജനജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിൽ ഒരു 5 നയാ പൈസയുടെ പങ്കില്ല. നമ്മൾ ഇതെല്ലാം കൊടുത്തതാണ്, ഇതെല്ലാം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം കുറെ ഫോറോ-ആയിട്ട് ഇവിടെ എനിക്കറിയില്ല, കണ്ണൂരുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ സ്ത്രീ സുരക്ഷയുടെ ഫോറോ-ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത് കൊടുക്കുന്ന പറയുന്നത് ഇവിടെ നഞ്ചി വാങ്ങാൻ പോലും നയാ പൈസ ഇല്ലാത്ത ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് പിണറായി സർക്കാർ എവിടുന്നായി പെൻഷൻ കൊടുക്കാൻ പോകുന്നത്? പച്ചക്കള്ള. ഒന്നും കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ കൊടുത്തവരാണ്. 2.5 കൊല്ലം 11 കൊല്ലമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവർ കള്ളപ്രചരണത്തിലൂടെയാണ് ജയിക്കാൻ വേണ്ടി നോക്കുന്ന സഹപ്രവർത്തകരെ. ഇത് വീടാന്തരം കയറിയിറങ്ങി ഓരോ വോട്ടറെയും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താൻ തയ്യാറായാൽ അവരുടെ മനസ്സിൽ നമ്മുടെ പുതിയ രാഷ്ട്രീയം അവരുടെ മനസ്സിൽ ഉറപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഈ യോഗത്തിൽ തൊട്ട് മുമ്പ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പ്രത്യേക യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ച് നഗരത്തിലെ ഈ വ്യാപാര വാണിജ്യ മേഖലകളിൽ, സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, വിവിധ സംഘടനകളുടെ നേതാക്കന്മാർ അവർ യോഗത്തിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ സംബന്ധിച്ചിരുന്നു. വികസനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്, കണ്ണൂരിൻ്റെ വികസനം. അതിൽ ഒരു വൈസ് അഡ്മിറൽ, അദ്ദേഹം നേവിയിൽ വൈസ് അഡ്മിറൽ ആയിരുന്നു, ഇപ്പം റിട്ടയർ ചെയ്തിട്ട് 20 വർഷമായി. 29 വർഷം അദ്ദേഹം നേവിയിൽ സർവീസ് ചെയ്തിരുന്നു. അപ്പം അയാൾ പറഞ്ഞത്, ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് നേവി ചേർന്നത്. ആ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നേവി ചേരാൻ പോകുമ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുത്തു. അന്ന് പ്രധാനമായി ആ ചർച്ചയിൽ 2 കാര്യം ചർച്ച ചെയ്യപ്പെട്ടത്, ഒന്ന് എയർപോർട്ടും ഒന്ന് സീപോർട്ടും. അയാൾ പറഞ്ഞു, ഞാൻ 29 വർഷം നേവിയിൽ പോയി, പിന്നെ 20 വർഷം ഞാൻ റിട്ടയറുമായി. ഇപ്പോൾ കണ്ണൂരിൽ ചർച്ച ചെയ്യുന്നത് എയർപോർട്ടും സീപോർട്ടുമാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല. സംസ്ഥാന അധ്യക്ഷന്റെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചത് ഇതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ നാം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വിജയം നമുക്ക് ഈ കോർപ്പറേഷനിൽ കൈവരിക്കാൻ സാധിക്കും. നമ്മൾ ജനങ്ങളോട് പറയണം, ഒരവസരം, സംസ്ഥാന അധ്യക്ഷയുടെ സൂചിപ്പിച്ച ഒരവസരം നമുക്ക് തന്നാൽ എന്താണ് നമ്മൾ ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ പോകുന്നത് എന്ന് ഇവിടെ നേരെ സൂചിപ്പിച്ചു. നമുക്ക് 11 വർഷം നമ്മൾ എന്താണോ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പൂർണ്ണമായും 100% പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഈ കണ്ണൂരിലെ ജനങ്ങളോട്, വോട്ടർമാരോട്, കോർപ്പറേഷനിലെ വോട്ടർമാരോട് ഇക്കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയത്തിന് ആരംഭം കുറിക്കാൻ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കണം. ആ പുതിയ രാഷ്ട്രീയം എന്നുള്ളത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. കേരളത്തിൽ വികസനമുണ്ടാകണം, വികസനത്തിന് പുതിയ രാഷ്ട്രീയം ഉണ്ടാകണം. പുതിയ രാഷ്ട്രീയം മാത്രം പോരാ, പുതിയ നേതൃത്വവും ഉണ്ടാകണം. അതിന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള NDA നേതൃത്വം പുതിയ കേരളത്തിൽ വികസനം നൽകാൻ സാധിക്കുമെന്ന് നമുക്ക് 100% ഉറപ്പ് നൽകാൻ സാധിക്കും. അതുകൊണ്ട് ഈ അമര സന്ദേശം വഹിച്ചുകൊണ്ട് വീടാന്തരം കയറിയിറങ്ങി ഓരോ വോട്ടറെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പുതിയ രാഷ്ട്രീയം ഈ കണ്ണൂരിൽ നിന്ന് നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ സാരഥികൾക്കും സ്ഥാനാർത്ഥികൾക്കും സഹപ്രവർത്തകന്മാർക്കും സാധിക്കുമാറാകട്ടെ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സ്ഥാനാർത്ഥികളെ കാണുന്ന സമയത്ത് ഇത്രയും ദിവസം വീട് കയറി എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ആരുടെ മുഖത്തും വലിയ ക്ഷീണമൊന്നും കാണുന്നില്ല. കാരണം എല്ലാവർക്കും വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് എല്ലാവർക്കും ഉള്ളത് എന്നാണ് തോന്നുന്നത്. ജനങ്ങളിൽ നിന്ന് വളരെ ഭാവാത്മകമായ സ്വീകാര്യതയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് സഹപ്രവർത്തകർക്കും കൂടി ലഭിക്കുന്നത്.
നമുക്ക് 13-ാം തീയതി എല്ലാം മറന്ന് ആഹ്ലാദിക്കാനുള്ള ഒരു ഫലം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുന്നു. നമസ്കാരം. BDJS-ന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പൈലി വാത്യാട്ട് നമ്മോട് സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആദരണീയനായ യോഗാധ്യക്ഷൻ, ബഹുമാനായ BJP-യുടെ നോർത്ത് ഡിവിഷൻ്റെ അധ്യക്ഷൻ വിനോദ് കുമാർ സാർ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി, ആദരണീയനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ബഹുമാനായ AP അബ്ദുള്ളക്കുട്ടി സാർ, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, ആദ്യമായി വളരെ അഭിമാനത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നത്. ചരിത്ര മുഹൂർത്തം കുറിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ സാരഥികളായി നിങ്ങൾക്ക് ലഭിച്ച അംഗീകാരം, അത് ചരിത്രത്തിൻ്റെ ഭാഗമായി കണ്ണൂരിൻ്റെ മണ്ണിൽ നിറസാന്നിധ്യമായി മാറാൻ പോകുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് അവസരം ലഭിച്ചതിനും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ദേശീയ ജനാധിപത്യ സംഘത്തിൻ്റെ കണ്ണൂർ ജില്ലയുടെ എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, അതിൻ്റെ കൺവീനർ എന്ന നിലയ്ക്ക്, നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പൊളിറ്റിക്കൽ പെർഫോമൻസ് ചെയ്യാനും ഈ രാജ്യത്തിന് കണ്ണൂർ ഒരു മാതൃകയാക്കാൻ, കണ്ണൂരിൻ്റെ കോട്ടക്കൊത്തളങ്ങളെ തകർത്തെറിയാൻ നമുക്ക് കഴിയും. ആ കോട്ടക്കൊത്തളങ്ങൾ കണ്ണൂരിൻ്റെ എല്ലാ മേഖലയിലും കഴിഞ്ഞ 7-8 ദിവസങ്ങളായി കണ്ണൂരിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളുടെ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ മേഖലയിലും നമുക്ക് ലഭിക്കുന്ന പിന്തുണ, ജനകീയ പിന്തുണ, ഇത്തവണ മാറ്റം NDAയുടെ കരങ്ങൾക്ക്, മോദിജിയുടെ കരങ്ങൾക്ക്. അതെ, 2000 ആരംഭിച്ച് 2014 വരെ ഗുജറാത്തിന്റെ മണ്ണിലും പിന്നീട് ഭാരതത്തിന്റെ മണ്ണിലും അദ്ദേഹം കാണിച്ചു കൊടുത്ത വികസന മന്ത്രം ലോകത്തിന്റെ 26 രാഷ്ട്രങ്ങൾ ലോക നേതാവായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത നേട്ടങ്ങൾ, ഭാരതത്തിന്റെ നട്ടെല്ലിൽ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിജി ഭാരതത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ കണ്ണൂരിന്റെ മണ്ണും സജ്ജമായിട്ടുണ്ട്. ഈ കണ്ണൂർ കോർപ്പറേഷൻ ഈ കേരളത്തിന് മാതൃകയാക്കി മാറ്റാൻ കഴിയുന്ന ധീരരായ നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് NDAയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തത് കൃതജ്ഞത രേഖപ്പെടുത്തലാണ്. പരിപാടി ഇവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ എല്ലാവരും അവർ മാത്രം സ്റ്റേജിലേക്ക് വരിക. സംസ്ഥാന അധ്യക്ഷൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണേണ്ടതുണ്ട് സംസ്ഥാന അധ്യക്ഷന്. അപ്പോൾ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി PK ശ്രീകുമാറിനെ സാദരം ക്ഷണിക്കും. അജികുമാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത നമ്മളുടെ പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിക്ക് കണ്ണൂർ ജില്ലയുടെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ KK വിനോദ് കുമാർ അവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ AP അബ്ദുള്ളക്കുട്ടി സാർ, അതുപോലെ PK കൃഷ്ണദാസ് ജി, ഗോപാലകൃഷ്ണൻ ജി, രഞ്ജിത്തേട്ടൻ, രഘുനാഥ് ജി, PK വേലായുധൻ ജി, അതുപോലെ ഗംഗാധരേട്ടൻ, BDJS-ന്റെ ശ്രീ പൈലി സാറ്, അതുപോലെ നമ്മളുടെ കണ്ണൂർ ജില്ലാ പ്രഭാരിയും മേഖലാ അധ്യക്ഷനുമായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീകാന്ത്, TC മനോജേട്ടൻ, അതുപോലെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും ഒറ്റവാക്കൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികൾ മാത്രം അത്രയും പെട്ടെന്ന് വൈകരുത്. വിനോദ് മാഷ് പറഞ്ഞല്ലോ, ഞങ്ങളുടെ രാഷ്ട്രീയം എന്താണ്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്, ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്, വികസിത കണ്ണൂരിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് അദ്ദേഹം ഒരു കൃത്യമായി സൂചിപ്പിച്ചു, പറഞ്ഞു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഈ ഉത്തരവാദിത്വം എടുത്ത് അന്ന് മുതൽ പറയുന്ന ഒരു കാര്യമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. പണ്ടെല്ലാം ഒരു രീതി ഉണ്ടായിരുന്നു, ഇതൊരു സെമി ഫൈനലാണ്, ഇതൊരു ക്വാർട്ടർ ഫൈനലാണ്, വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനാണ് ഫൈനൽ. അങ്ങനെയല്ല NDA ഇത് കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ജനങ്ങളുടെ ജീവിതത്തിൽ ചെറിയ വലിയ കാര്യങ്ങൾ, ചെറിയ വലിയ പ്രശ്നങ്ങൾ, ചെറിയ സ്വപ്നങ്ങൾ, വലിയ സ്വപ്നങ്ങൾ, സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന അല്ലെങ്കിൽ പൊളിക്കുന്ന ഒരു സ്ഥാപനമാണ് ലോക്കൽ ബോഡി. അപ്പോൾ ഞങ്ങൾ കാണുന്നത് ലോക്കൽ ബോഡി ഇലക്ഷൻ, അതിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരു സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലോ ആയിട്ടൊന്നല്ല കാണുന്നത്. ഇവർ മത്സരിക്കുന്നത് ഒരു ലീഡറാവാനോ വലിയ ആളാവാനൊന്നുമല്ല, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനങ്ങളെ സേവിക്കാനാണ് ഈ ഇലക്ഷൻ ഞങ്ങൾ മത്സരിക്കുന്നത്. അത് ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മാഷ പറഞ്ഞല്ലോ, നമ്മളെ നാടിനെയും കണ്ണൂർ കോർപ്പറേഷനും മാറി മാറി ഭരിച്ച UDF-ഉം LDF-ഉം ജനങ്ങൾ അവർക്ക് എത്രയോ അവസരം കൊടുത്തിട്ടുണ്ട്. എത്രയോ തവണ ഈ എല്ലാ 5 കൊല്ലം നടക്കുന്ന ഒരു ഇലക്ഷൻ ജനങ്ങൾ എന്ത് ആലോചിച്ച് എന്ത് വിചാരിച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നത്? ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഈ പാർട്ടിക്ക് ഒരു വോട്ട് കൊടുത്താൽ, ഈ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്താൽ ഞങ്ങളുടെ പ്രശ്നം ഇവർ പരിഹരിക്കും, ഈ പാർട്ടി എന്തെങ്കിലും ചെയ്യും, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരും, എൻ്റെ കുട്ടിക്കൊരു നല്ല ഭാവിക്ക് വേണ്ടി അവർ അധ്വാനിക്കും, എൻ്റെ മാലിന്യ പ്രശ്നം, എൻ്റെ റോഡ് പ്രശ്നം, എൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് പ്രശ്നം, എൻ്റെ കുടിവെള്ള പ്രശ്നം, എൻ്റെ ഡ്രെയിനേജ് പ്രശ്നം ഇവർ പരിഹരിക്കും. ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ഒരു സാധാരണ കണ്ണൂർ നിവാസി വോട്ട് ചെയ്യുന്നത്, ഇതുവരെ ചെയ്തത്. പക്ഷേ വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ UDF-ഉം LDF-ഉം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. 5 കൊല്ലം മാത്രമല്ല, 40-45 കൊല്ലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് അതിനെക്കുറിച്ചൊരു തെളിവ് വേണമെങ്കിൽ തെളിവിൻ്റെ ഒരു ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിന് വരികയാണ്. അവിടെ ഒരു സീനിയർ മുതിർന്ന ഒരു നിവാസി എന്നോട് പറയാണ്, 60 കൊല്ലം മുമ്പേ ഒരു ചെറുപ്പക്കാരനാവുന്ന സമയത്ത് അന്നത്തെ പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കാണ്ട് ഇന്നും അങ്ങനെ തന്നെ കിടക്കുന്നു. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇത് മാറ്റണ്ടേ? ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണ്ടേ? അപ്പൊ ജനങ്ങൾ തീരുമാനിച്ചു, ഇത് മതി, ഇടതും മതിയായി വലതും മതിയായി. ഇവരുടെ വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി പിന്നെ മറക്കുന്ന ആ രാഷ്ട്രീയം ഇനി നമുക്ക് വേണ്ട. ഇനി വേണ്ടത് ഒരു സ്ഥാനാർത്ഥി, ഒരു പാർട്ടി, ഒരു മുന്നണി ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആത്മാർത്ഥമായി സത്യസന്ധനയോട് പ്രവർത്തിച്ച് അത് പരിഹരിക്കാൻ ഒരു ശ്രമം നടത്തുന്ന ഒരു മുന്നണി, ഒരു പാർട്ടി. അതാണ് BJP NDA. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന വികസിത കണ്ണൂർ എന്ന കാഴ്ചപ്പാട് ഒരു മുദ്രാവാക്യമല്ല, ഒരു എലക്ഷൻ സ്ലോഗനല്ല. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ്, ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാടാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത്. പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്.
ഇന്ന് കേരളത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു 2014 ഇന്ത്യയുടെ സ്ഥിതി. UPA ഭരിച്ച് 10 കൊല്ലം കഴിഞ്ഞ് അഴിമതി, കുറ്റകരമായ അനാസ്ഥ, കഴിവില്ലായ്മ, നുണ, പ്രീണനം ചെയ്ത് നാടിനെ നശിപ്പിച്ച് 10 കൊല്ലം 2004 അടൽ ബിഹാരി വാജ്പേയി നല്ലൊരു ഇക്കോണമിയും നല്ലൊരു ഭരണം കൊടുത്ത് 10 കൊല്ലം കഴിഞ്ഞ് നശിപ്പിച്ച UPA സർക്കാരായിരുന്നു കോൺഗ്രസ് സർക്കാർ. ഭരിക്കുമ്പോൾ UPA സർക്കാരിന് പിന്തുണ എവിടുന്ന് കിട്ടി? ആരാണ് UPA സപ്പോർട്ട് ചെയ്ത പാർട്ടി? CPM. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം നോക്കിയാൽ, കണ്ണൂർ രാഷ്ട്രീയം നോക്കിയാൽ, CPM-ലും കോൺഗ്രസിലും LDF-ലും UDF-ലും ഒരു വ്യത്യാസവുമില്ല. 27 സംസ്ഥാനത്തിൽ 8 യൂണിയൻ ടെറിട്ടറീസിൽ LDF-ഉം UDF-ഉം ഒറ്റക്കെട്ടായിട്ട് ഒരു അലയൻസിൽ രാഷ്ട്രീയം ചെയ്യുന്നു. പിന്നെ ഇവിടെ എന്തിനാ നാടകം? കണ്ണൂരിൽ എന്തിനാ നാടകം? കേരളത്തിന് എന്തിനാ നാടകം? അതിനെ ഈ ഇലക്ഷനിൽ പൊടിക്കണം. ഇന്ന് വികസനം കൊണ്ടുവരാൻ ഒരു താല്പര്യവും കഴിവ് ഉണ്ടെങ്കിൽ അത് BJP ആണ്. അതിൻ്റെ ഒരു തെളിവാണ് 2014 UPA ഭരണം, CPM-ന്റെ ഭരണം മടുത്ത് ജനങ്ങൾ പറഞ്ഞു, ഇടതും മതിയായി, വലതും മതിയായി, ഇനി നരേന്ദ്രമോദിജി വേണം. അങ്ങനെയാണ് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായത് 2014. എന്നിട്ട് എന്ത് നടന്നു? കഴിഞ്ഞ 11 കൊല്ലം ഇന്ത്യൻ്റെ ഈ കുതിച്ച ചാട്ടം, അതല്ലേ നമുക്ക് ഇവിടെയും വേണ്ടത്? അതല്ല കണ്ണൂരിലും വേണ്ടത്? അതല്ല കേരളത്തിൽ വേണ്ടത്? ആ ചാട്ടം, ആ മാറ്റം, ആ വികസനം എല്ലാ കണ്ണൂർ നിവാസികളുടെ അവകാശമാണ്. അവരുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. മാലിന്യമാണോ, സ്ട്രീറ്റ് ലൈറ്റ് ആണോ, നല്ല റോഡാണോ, ഡ്രെയിനേജ് ആണോ, കുടിവെള്ളമാണോ, തകർന്നു കിടക്കുന്ന വീട് നന്നാക്കുന്നതാണോ, ഇതെല്ലാം ഒരു ഭരണത്തിന്റെ ഒരു കൊടുക്കുന്ന ഒരു കടമയാണ്. ചെയ്യുന്നുണ്ടോ? ചെയ്തോ? UDF LDF ചെയ്തില്ല. എത്രയോ തവണ ജനങ്ങളെ വിശ്വസിച്ച് അവസരം കൊടുത്തപ്പോൾ അത് ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ്? ഞങ്ങൾക്കൊരു അവസരം തരും. നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റം അതുപോലെ കണ്ണൂരിൽ ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിന് താല്പര്യമുണ്ട്, കഴിവുണ്ട്, ഒരു കാഴ്ചപ്പാടുമുണ്ട്. വികസനം ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല ഭരണം വേണം. നല്ല ഭരണം വേണമെങ്കിൽ ഭരണശൈലിയിൽ മാറ്റം വരണം, രാഷ്ട്രീയത്തിൽ മാറ്റം വരണം. ആ ഭരണശൈലി ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടപ്പിലാക്കാൻ നല്ല സ്ഥാനാർത്ഥി, നല്ല പ്രവർത്തകർ, കൗൺസിലർ വേണം. BJP ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട്, ഞങ്ങൾ ചെയ്തു കാണിച്ചിട്ടുണ്ട് 11 കൊല്ലം വികസനം. ഭരണശൈലി, ഞങ്ങൾ ഒരു പുതിയ ഭരണശൈലി ഇവിടെ കൊണ്ടുവരും. സ്ഥാനാർത്ഥിയും പ്രവർത്തിക്കാൻ ഞങ്ങളുടെ അടുത്ത് ഏറ്റവും നല്ല പ്രവർത്തകരുണ്ട്. ഞങ്ങൾക്കൊരു അവസരം തരണം. ഈ അവസരം കിട്ടിയാൽ ഈ ഒരു പുതിയ ഭരണശൈലിനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയുന്നു. ഞങ്ങളുടെ ഉറപ്പ്, ഭരണശൈലി, ഈ പുതിയ ഭരണശൈലി, വികസനം കൊണ്ടുവരാൻ പോകുന്ന ഭരണശൈലി, ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ ഉറപ്പ്, അഴിമതി രഹിത ഭരണം. അത് ഞങ്ങളുടെ 100% ഉറപ്പ് തരുന്നു ഞാൻ. ഇതുവരെ കാണാത്ത, ഇതുവരെ ചെയ്യാൻ പറ്റാത്ത 100 അഴിമതി രഹിത ഭരണം. രണ്ടാമത്തത് വീട്ടുപടിയിൽ ഭരണം, ഡോർ സ്റ്റെപ്പ് ഗവർണൻസ്. കോർപ്പറേഷന്റെ ഓഫീസിൽ പോയി ടോക്കൺ വാങ്ങിച്ച് അവിടെ നിൽക്കുന്ന 5 മണിക്കൂർ 6 മണിക്കൂർ ഇരിക്കുന്ന ആവശ്യം ഉണ്ടാവില്ല. ഞങ്ങൾ ഡിജിറ്റൽ ടെക്നോളജി വഴി ആപ്പ് അല്ലെങ്കിൽ CSC സെന്ററിൽ ഒരു സർവീസ് അപ്ലോഡ് ചെയ്താൽ വീട്ടിൽ കൊണ്ടുവന്ന് കോർപ്പറേഷൻ ആ കാര്യം ചെയ്യും. അപ്പൊ വീട്ടിൽ പടിയിൽ ഭരണം, ഇത് രണ്ടാമത്തെ ഉറപ്പ്. മൂന്നാമത്തെ ഉറപ്പ്, ഭരിക്കാൻ ഒരു അവസരം തന്നാൽ 45 ദിവസത്തിൽ ഞങ്ങൾ 5 കൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. നാലാമത്തെ ഉറപ്പ്, എല്ലാ കൊല്ലം പറഞ്ഞ വാഗ്ദാനത്തിന്റെ റിപ്പോർട്ട് കാർഡ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും.
നിങ്ങൾ തീരുമാനിക്കും ഇവർ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലയോ. എല്ലാ കൊല്ലം ബഡ്ജറ്റിന് സമയത്ത് ഓരോരോ രൂപേന്റെ ഓരോരോ പൈസേന്റെ കണക്ക് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും. എല്ലാ വാർഡിലും ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററും ഒരു CSC ഞങ്ങൾ ഉണ്ടാക്കി തരും. ഞങ്ങൾ കാണുന്നത് വികസനം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു അവസരമാണ്. ഇവർ കാണുന്ന വികസനം എന്ന് പറഞ്ഞാൽ അഴിമതി ചെയ്യാൻ അവസരം. ഇതാണ് വ്യത്യാസം. ഞങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ നന്നായി നഗരത്തിനെ നന്നാക്കാൻ ആണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത്. അതിനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അവർ ചെയ്യുന്നത് ഇത് തട്ടിപ്പിന്റെ ഒരു അവസരമായിട്ടാണ് കാണുന്നത്. LDFും UDF രണ്ടും. കൂടുതൽ സംസാരിക്കുന്നതിന് LDFനും UDFനെ കുറിച്ച്. പക്ഷേ പണ്ട് കാലത്ത് LDFനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവര് വയലൻസും ഭീഷണിപ്പെടുത്തുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു അഴിമതി കുടുംബവംശ പാർട്ടിയാണ്. ഇന്ന് എന്താണ് വ്യത്യാസം? ഇവിടെയുണ്ട് അഴിമതി. എക്സാലോജിക്ക് കേട്ടിട്ടില്ലേ? ഇവിടെയുണ്ട് അഴിമതി. ഇവിടെയുണ്ട് ഒരു കുടുംബം, മകളും മരുമകനും. ഇവിടെയുണ്ട് കുടുംബം, മകനും മകളും. ഇവിടെയുണ്ട് കഴിവില്ലായ്മ, ഇവിടെയുണ്ട് കഴിവില്ലായ്മ. ഒരു വ്യത്യാസമല്ല UDFും LDFും. അവരുടെ ഭരണശൈലിയാണോ, അവരുടെ ഐഡിയോളജി ആണോ, അവർക്ക് പോളിറ്റിക്സ് കിട്ടിയാൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണോ, ഒരു വ്യത്യാസമില്ല. എന്നിട്ടാണ് ഭീഷണിപ്പെടുത്തി 14 സീറ്റിൽ അൺകോൺടെസ്റ്റഡ് ആയിട്ട് ജയിക്കുന്നത്. ഒരു നാണമില്ലേ? ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് വികസനത്തെക്കുറിച്ച് പറയാൻ ധൈര്യമില്ലാണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇലക്ഷൻ ജയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ വാഗ്ദാനം കൊടുത്ത ഒരു പാർട്ടിയാണ് CPM. എന്നിട്ട് മത്സരിക്കുന്നത് എങ്ങനെയാ? ഓപ്പോസിഷൻ പാർട്ടിയെ ഭീഷണിപ്പെടുത്തി കാൻഡിഡേറ്റിനെ പൊക്കിക്കൊണ്ടുപോകുന്നു. 2015 ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്ക്, ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു, ഡയലോഗ് മാസ്റ്റർ ആയിരുന്നു. അന്നെല്ലാം പറയാൻ കുറെ സമയം ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ സർക്കാരിനുണ്ടാവുമ്പോ ഉത്തരവാദിത്വം ഉണ്ടാവണം, പ്രതിബദ്ധത ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് രാഷ്ട്രം വിടണം. ആര് പറഞ്ഞു? ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. പിന്നെ എന്തിനാണ് ഇങ്ങനെ 14 കാൻഡിഡേറ്റ് ഇങ്ങനെ ജയിപ്പിക്കാൻ നിങ്ങൾ നോക്കുന്നത്? പേടിച്ചോ? BJP NDAനെ കുറിച്ച് അവരൊപ്പം മത്സരിക്കാൻ ഒരു പേടിയുണ്ടോ? പേടിക്കണ്ട. ഈ മാറ്റം ജനങ്ങൾ തീരുമാനിച്ച് മാറ്റം വരും. മാറാത്തത് ഇനി മാറും. ഈ രാഷ്ട്രീയം പഴയ രാഷ്ട്രീയത്തിന്റെ കാലങ്ങൾ ഞാൻ ഇന്ന് ഇവിടുന്ന് എല്ലാ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. ഈ UDFന്റെ LDFന്റെ തല്ലിപ്പൊളി രാഷ്ട്രീയത്തിന്റെ അവസാന കാലങ്ങളാണ്. ഇനി വരാൻ പോകുന്നത് വികസിത രാഷ്ട്രീയമാണ്, ഒരു വികസന മത്സരം. അതില് UDFന് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ചെയ്യണം. അവർക്ക് ഒരു കാഴ്ചപ്പാട്, ഒരു പുതിയ കാഴ്ചപ്പാട് നാടിനെ നന്നാക്കാനോ കണ്ണൂരിനെ നന്നാക്കാനോ ജനങ്ങളുടെ ജീവിത വ്യത്യാസം കൊണ്ടുവരാൻ അവർക്കൊരു താല്പര്യമോ കാഴ്ചപ്പാട് ഇപ്പൊ വന്നാൽ ഓക്കെ, മത്സരിക്കൂ. പക്ഷെ വോട്ട് ചോരി എന്നും പറഞ്ഞ് നുണ പറഞ്ഞ് രാഹുൽ ഗാന്ധിന്റെ കാലം പിടിച്ച് ഓടുന്ന പാർട്ടിയാണല്ലോ UDF. അതുപോലെ തന്നെ LDFന് ഞാനൊരു വെല്ലുവിളി, നിങ്ങൾക്ക് ധൈര്യത്തോടെ ഞങ്ങളുടെ വികസനത്തെക്കുറിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മത്സരിക്കാനുണ്ടെങ്കിൽ പറയൂ. ഈ തല്ലിപ്പൊളി രാഷ്ട്രീയത്തിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. BJP NDA ലോകത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇന്ത്യയിലെ മാത്രമല്ല, ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങളെ പേടിപ്പിക്കുന്ന സമയമെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒപ്പം മത്സരിക്കാനാണെങ്കിൽ വികസനത്തെക്കുറിച്ച് മത്സരിക്കുക, അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യുക. 2 ദിവസം മുമ്പേ ശിവൻകുട്ടി മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, 5 കൊല്ലം ഒന്നും ചെയ്തില്ല. ഇലക്ഷന്റെ 4 ദിവസം മുമ്പേ എണീറ്റിട്ട് പറയാണ്, സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല. പിന്നെ 5 കൊല്ലം എന്തായിരുന്നു നിങ്ങൾ ചെയ്യുന്നത്? 75% സ്കൂൾ, നമ്മുടെ നാടിന്റെ സ്കൂൾ, ശിവൻകുട്ടി പറഞ്ഞു ഗവൺമെന്റ് സ്കൂൾ അൺസേഫ് ആണെന്ന്, കുട്ടികൾക്ക് പോകാൻ കഴിയില്ലെന്ന്. അപ്പൊ ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ ജനങ്ങളെ വഞ്ചിക്കുക, ഇതാണ് ഇവരുടെ രാഷ്ട്രീയം.
ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ആണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ താല്പര്യം, ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഇലക്ഷൻ ജനങ്ങൾക്ക് മാറ്റം വേണമെന്ന് അവർ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും ഒരു അഭ്യർത്ഥന ഇതാണ്: ഒരു അവസരം തന്നാൽ നരേന്ദ്രമോദിജി ഞങ്ങളെ പഠിപ്പിച്ച വികസന രാഷ്ട്രം കാണിച്ചു തരാൻ ഞങ്ങൾക്കൊരു അവസരം തരണം. അത് ഞങ്ങൾ കാണിച്ചു തരും എന്ന് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. നമസ്കാരം. വികസിത ഭാരതം എന്ന മോദിജിയുടെ സങ്കല്പത്തിൽ നിന്നും വികസിത കേരളം എന്ന രാജീവ്ജിയുടെ സന്ദേശത്തിൽ നിന്നും നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളെ ഈ കണ്ണൂർ കോർപ്പറേഷനിൽ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ കണ്ണൂരിൻ്റെ വികസനം എങ്ങനെയായിരിക്കണമെന്ന നമ്മളുടെ വികസന രേഖ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ പ്രകാശനം ചെയ്തതാണ്. അടുത്തായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ കൃഷ്ണദാസ് ജിയെ ക്ഷണിച്ചു. അടുത്തായി നമ്മളുടെ ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ അബ്ദുള്ളക്കുട്ടി സാറ് നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട രാജീവ്ജി ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ,